ഒരുത്തൻ ബൈക്കും കൊണ്ടുവന്ന് എന്റെ അടുത്ത് നിർത്തിയിട്ടൊരു ചോദ്യം, മഞ്ഞണ്ടാ കേറിക്കോ? പരിചയമില്ലാത്ത ഒരുത്തന്റെ വണ്ടിയിൽ നമ്മൾ ആരെങ്കിലും കേറി പോകുക സാറേ? ഞാൻ കേറി. അങ്ങനെ ഞങ്ങൾ പോണ സമയത്ത് അവന് ഒരു ചായക്കടയുടെ മുമ്പിൽ കൊണ്ട് നിർത്തിട്ട് ചോദിക്കണേ, ചായ വേണോ കാപ്പി വേണോന്ന്. പരിചയമില്ലാത്ത ഒരാക്കടെ കയ്യിൽ നിന്ന് നമ്മള് ചായ കാപ്പിയാ മേടിച്ച് കുടിക്കുക സാറേ. ഷാർജ മതിയെന്ന് ഞാൻ പറഞ്ഞു. ആ ഷാർജ ഞാൻ കുടിച്ചോണ്ടിരിക്കണ സമയത്തുണ്ടല്ലോ, അവൻ വേറൊരു തമാശ. നമുക്കൊരു സിനിമക്ക് പോയാലോ? പരിചയമില്ലാത്തവരുടെ കൂടെ നമ്മൾ ആരെങ്കിലും സിനിമക്ക് പോകുക സാറേ? ഞാൻ പോയി. അതിന് സിനിമ ആര് കണ്ട്? അതല്ലേ വിജയുടെ സിനിമ. പിള്ളേരൊക്കെ പേപ്പറൊക്കെ പറത്തി കീറി എന്ത് തുള്ളിച്ചാട്ടവും മേളവുമായിരുന്നു. പക്ഷെ ആ സിനിമ കണ്ടിരുന്നപ്പോ എനിക്ക് വേറൊരു കാര്യം മനസ്സിലായി. ഞാൻ അവന്റെ ട്രാപ്പിൽ പെട്ടേക്കണേണം. ഇപ്പോഴാണ് സ്ത്രീ ആയത്. ഞാനിതൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അവനെയും കൂട്ടി അപ്പോഴത്തെ സുഭാഷ് പാർക്കിൽ പോയിരുന്നു. അതെല്ലാം ഒരു 5-6 മണിക്കൂർ കൊണ്ട് അവനെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്ത്. കുടുംബത്തിൽ നിന്ന് കയറിയപ്പോഴേ ഇയാൾ എന്നോട് ചോദിക്കണേ, എന്താടി നീ താമസിച്ചെന്ന്. ഇയാൾക്ക് എന്റെ സംശയമല്ലേ സാറേ? ഓ, എനിക്ക് ഈ ഗ്രാമത്തിൽ കടന്ന് ഇങ്ങനെ ഓടാനുള്ള ഇതേ ഉള്ളൂ. അണ്ണാ, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോയത്? നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. മുന്തിരിവള്ളി തളിർത്തില്ലെങ്കിൽ കാച്ചിൽ വള്ളിയായാലും മതി. അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഒരു കാര്യം ചെയ്യും, എന്നെ ഒന്ന് കല്യാണം കഴിച്ചോണ്ട് വീട്ടിൽ കൊണ്ട് പോകും. എങ്ങനെ കൊണ്ടുപോകും? ഒരു കുഞ്ഞിക്കാല് കാണാതെ എങ്ങനെ കൊണ്ടുപോകും? കുടുംബത്തിൽ കൈയ്യട്. അപ്പൊ ടിക്കറ്റ് എടുക്കാതെ സിനിമ കാണാനുള്ള പരിപാടിയാണല്ലേ? അതല്ല ഞാൻ പറഞ്ഞത്. എന്നെ കല്യാണം കഴിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകും. അത് ശരിയാവത്തില്ല. എന്റെ പെങ്ങളെ കല്യാണം കഴിച്ച് 8 വർഷമായിട്ടുള്ളൂ. അവർക്ക് ഇതുവരെയായിട്ട് കുഞ്ഞിക്കാൽ കണ്ടിട്ടില്ല. അറിയാമോ? അളിയനെ കൊണ്ട് അവൾ എന്തെല്ലാം അമ്പലങ്ങളിൽ പോകണമെന്ന് അറിയുമോ? വഴിപാട് നടത്തുന്നു, ഉരുളുന്നു, എന്തെല്ലാം. ഇന്ന് തന്നെ പോയിരിക്കണം ഏതൊരു അമ്പലത്തിൽ ഉരുളാൻ പോയിരിക്കും. കല്യാണം കഴിച്ചോണ്ട് എന്തോ കുഴപ്പം? അത് ശരിയാവത്തില്ലെന്ന്. എന്ത്? നമ്മൾ രണ്ടുപേരും കൂടെ കല്യാണം കഴിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും 1 വർഷത്തിന് മുമ്പ് തന്നെ 1 വർഷം നമുക്ക് പെട്ടെന്ന് കൊച്ചുങ്ങളാവില്ല. ഇന്ന് അവർക്കതൊരു വിഷമം ഇല്ലടി. അയ്യോ, അത് ശരി. അപ്പൊ നിങ്ങളെ സഹോദരി പ്രസവിച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ടുപോകും. ഇസ് എ ട്രൂത്ത്? ട്രൂത്ത്. എനിക്കിത്തിരി കൂടി പോയി. അല്ലെങ്കിൽ നാട്ടുകാർ പറയണ്ടേ നിനക്കിത്തിരി കൂടുതലാണ്. അത് നാട്ടുകാരുടെ അസൂയാണ്. എനിക്കിത്തിരി സൗന്ദര്യം കൂടി പോയത്. പിന്നെ നീ കൂടുതൽ സംസാരിക്കാനും വേണ്ട. നിന്റെ ഭർത്താവും ശരിയല്ല, നിന്റെ ഭർത്താവിന്റെ കൂട്ടുകാരും ശരിയല്ല. എന്റെ ഭർത്താവിന് എന്താണ് ഒരു കുറവ്? നിന്റെ ഭർത്താവ് എന്നെ കണ്ടപ്പോ ചോദിക്കുക, എങ്ങനെ പോകുന്നു കാര്യങ്ങൾ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന്. കല്യാണം കഴിക്കാതെ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞാലേ ഈ മാനോഹരോട് ഞാൻ എന്ത് പറയും? അയ്യോ, എനിക്ക് പറയാൻ ഒരു ഭർത്താവെങ്കിലും ഉണ്ടടി. നിന്നെയൊക്കെ കെട്ടാൻ ആര് വരുവടി? വരും. ചുണ്ടിനൊരു ചെറു പുഞ്ചിരിയുമായി, കൂവള കണ്ണുമായി, കുതിരപ്പുറത്ത് എന്നെ കെട്ടാൻ ഈ രാജകുമാരിയുടെ രാജകുമാരൻ വരും. അമ്പലത്തിൽ ചെന്ന് ഉരുണ്ടിട്ട് കാര്യമില്ല. പിന്നെ ഇന്ന് തിങ്കളാഴ്ച വ്രതം ഞാൻ പറഞ്ഞല്ലേ? തിങ്കളാഴ്ച വ്രതം. അപ്പൊ നാളെ ചൊവ്വാഴ്ച വ്രതം. അപ്പൊ ബുധനാഴ്ച നീലാഞ്ചന കത്തിക്കട്ടെ. ശനി ഞായർ അവധിയാണല്ലോ. ഈ ശനി ഞായർ അവധി എന്ന് പറയാം ഗവൺമെന്റ് ജോലിക്കല്ലല്ലോ ഞാൻ പോണത്. അമ്പലത്തിൽ തൊഴാൻ പോണ കാര്യമല്ലേ പറഞ്ഞത്? ഈ ആഴ്ച മൊത്തം ഫില്ല്. പറഞ്ഞേ ചേട്ടൻ ഇവിടെ പോണ്? അതൊരു കട്ടിലിടക്കണ പുല്ലിനടുത്ത് കട്ടിച്ചാളെ. ചേട്ടാ പെണങ്ങാതെ ഞാൻ പറയട്ടെ. അയ്യ, അതൊന്നുമല്ല. എന്റെ അച്ഛൻ പറഞ്ഞേ. എന്റെ അച്ഛൻ ചത്തിട്ടൊന്നുമില്ല. അച്ഛൻ പറഞ്ഞിട്ട് ഒരു ജോത്സ്യം പറഞ്ഞുണ്ട്. ഇതിന്റെ ജോത്സ്യം ഇങ്ങോട്ട് പറഞ്ഞ അത് നമുക്ക് കുട്ടികൾ ഉണ്ടാവാത്ത എന്താ പ്രശ്നം എന്ന് അറിയണ്ടേ? എന്താ പ്രശ്നം എന്നറിയാൻ വേണ്ടി മക്കളെ വാ. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? തൊടരുത്, ഞാൻ പറഞ്ഞേ വ്രതമാണെന്ന്. ഇത് എന്നെ ഇവിടുത്തെ പ്രശ്നം തൊടാൻ സമ്മതിക്കില്ല. ഇത് എന്നെ ഇവിടുത്തെ പ്രശ്നം. നിന്റെ ജോത്സ്യനെ വിളിച്ച് കാര്യം ചോദിച്ചു. ബിരിയാണിയുടെ കേസൊക്കെ എന്തായി നോക്കണ്ടേ? മംഗലം കയ്യട്ടല്ല, എന്നിട്ട് ബിരിയാണി എന്നാ പറയാ. തിന്നണ്ട വിചാരേ ഇല്ലു. തിന്നാനുള്ള വിചാരം എല്ലാം മനുഷ്യർക്കുള്ളൂ. എന്നെ നിനക്കൊരു കാര്യം അറിയാവടി. ഈ ചെറുക്കനും പെണ്ണും ജീവിതത്തെ പറ്റിയും ഈ കല്യാണത്തിന് വരുന്നവരെല്ലാം ആഹാരത്തെ പറ്റിയും ചിന്തിക്കുന്ന ഒരേ ഒരു ദിവസം മാത്രമേ ഉള്ളൂ, വിവാഹ ദിവസം. മനസ്സിലായ? മനസ്സിലായി. എന്താന്ന് മനസ്സിലായി? അതായത് ഓനോളും മംഗളത്തിനെ കുറിച്ചും ബാക്കിയെല്ലാം ബേക്കുന്നതിനെ കുറിച്ചും വിചാരിക്കുന്നതല്ലേ? അങ്കള് പോളം നല്ല പാങ്ങില് കിഞ്ഞിട്ട് പോലെ അപ്പിയെല്ലാം കളിയാക്കുന്നു. എന്റെ ദൈവമേ, നല്ല ഭംഗിയിലല്ലേടി ഒരുങ്ങിയേക്കുന്നത്. ഇനി ആര് കളിയാക്കാനടി? അല്ല, അല്ലെങ്കിൽ കാണുന്നവര് പറയും ഓളോ ഓനൊരു പാങ്ങും ഇല്ലാന്ന് പറയും. എന്റെ പൊന്നു ദൈവമേടി, കാസർഗോഡ് നിന്ന് നിന്നെ ഇവിടെ കെട്ടിക്കൊണ്ടു വന്നിട്ട് കുറെ കൊല്ലമായില്ലേടി. ഇനിയെങ്കിലും നീ ദൈവത്തെ ഓർത്ത് ഞങ്ങളുടെ ഭാഷ സംസാരിക്കടി. പിക്കളൊക്കെ തൊട്ട് കൂട്ടും, ഇല്ലെങ്കിൽ ആരെങ്കിലും വന്ന് തൊട്ട് നോക്കും. പിക്കളൊക്കെ തൊട്ട് നോക്കാൻ പറഞ്ഞ തൊട്ട് നോക്കാൻ. ഞാൻ എന്തൊരു വർത്താനോടാ പറയണത്? നീ ആരെടുത്ത സംസാരിക്കണ്ടെന്ന്? പിക്കള് തൊട്ട് എന്തൊരു മക്കളെ ഇവൻ പറയണ കേട്ടങ്ങള്? എന്താണെന്ന് പിക്കിളി തൊട്ട് നോക്കായി മാറ്.
നടത്താനോ പറഞ്ഞ എന്റെ പിള്ളേരടുത്ത് നീ എന്താണ് പറഞ്ഞ മക്കൾ എന്തിനു പറഞ്ഞ പിക്കിളി തൊട്ടോ എന്താണോ നീ പറഞ്ഞ സുഹൃത്തെ താങ്കൾക്ക് ഈ പിക്കിൾ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? പിന്നെ രണ്ട് പിള്ളേരുണ്ടായി എനിക്കറിഞ്ഞൂടാ പിക്കിള് ഇവ എന്തിനു പറയണേ ഇവ എന്താണ് പറയണേ നിനക്ക് എന്ത് ഞാൻ അവിടെ ഇരിക്കുമ്പോ ചുമ്മാ തന്നെ ഹലോ മിസ്റ്റർ പിക്കിളെന്ന് വെച്ച അച്ചാറാണ്. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ അത് പിന്നെ എനിക്ക് പിന്നെ അച്ചാറ് ബി പി ഉള്ളതൊക്കെ കൊടുക്കാൻ പറ്റുമോ? നല്ല ചുരിദാർ കൊള്ളാം കേട്ടാ. അത് ചുരിദാറല്ല ഷെർവാണി. ഞാൻ പള്ളു പറയല്ല ഞാൻ അവിടെ ഇരുന്നോളാം ഇത് എന്തിനിടക്കിടക്ക് ഞാൻ പറയാം.